ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ കുറച്ചധികം സാധനമുണ്ട്, അതുകൊണ്ടാണ് ഇന്നൊരു മിനി വ്ളോഗ് ആക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പം നമുക്കിനി അൺബോക്സിലേക്ക് കിടക്കാം. കം ഓൺ ഗായ്സ്. ഇതെന്താ സാധനം എന്നറിയോ? ഇത് മേക്കപ്പ് ബ്രഷാണ്. ഇത് ഓർഡർ ചെയ്ത ഫോട്ടോ അടിപൊളിയായിരുന്നു. ഇതിനിപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് അറിയത്തില്ല. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. This is the makeup brush. ഭയങ്കര ചൂളിങ്ങിയൊക്കെ ഇരിക്കുന്നു കേട്ടോ. ഇങ്ങനെ എടുത്ത് എറിയുന്നതൊക്കെയാന്ന് തോന്നുന്നു. ഓൾറെഡി ഓപ്പൺഡ് പോലെയൊക്കെ ഇരിക്കുന്നു. നോക്കാം. എന്തുവാടെ ഇത്? ഞാൻ ഒരു ബോക്സാണ് പ്രതീക്ഷിച്ചത്. ഇങ്ങനത്തെ പ്ലാസ്റ്റിക് ഡബ്ബയിൽ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നമ്മുടെ ഐബ്രോ ചെയ്യുന്ന ബ്രഷൊക്കെ കിട്ടി. കുഴപ്പമില്ലെന്ന് തോന്നുന്നു. എന്നാലും അത്ര വലിയ സുഖമായിട്ട് തോന്നുന്നില്ല. പാക്കിംഗ് ഒന്നും ഭയങ്കര ഇതായിട്ടിരിക്കുന്നു. മെറ്റീരിയൽ പോരാ കേട്ടോ. കണ്ടോ, സൈഡൊക്കെ കണ്ടോ? അയ്യോ, ഇത് ഞാൻ വിചാരിച്ച സാധനം അല്ല വന്നത്. ബോറായിട്ടിരിക്കുന്നു. മിക്കവാറും ഞാൻ ഇത് റിട്ടേൺ ചെയ്യും ഗൈസ്. അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന 1 2 3 4 5 6 7 8 12 ബ്രഷാണ്, പല ടൈപ്പ്. എന്തിനൊക്കെ യൂസ് ചെയ്യുന്നതെന്ന് കറക്റ്റ് എനിക്ക് അറിയത്തില്ല. ഇനി നോക്കി വേണം പഠിക്കാനായിട്ട്. ഇനി നമുക്ക് അടുത്തയിലേക്ക് കിടക്കാം. എന്നാലും ഇതെന്തായിരിക്കും ഇങ്ങനെ ആയിപ്പോയി? എനിക്കാണ് ഒരുമാതിരി ഇരിക്കുന്നു. മാക്കിൻ്റെ ആണെന്ന് പറഞ്ഞ് ഞാൻ മേടിച്ചതാ ഓഫർ വന്നപ്പോൾ. ഇങ്ങനെയാണോ ഒരു മാക്കിൻ്റെ പ്രോഡക്റ്റ് അയക്കുന്നത്? കൊള്ളാം എന്തായാലും. അതവിടെ ഇരിക്കട്ടെ. ഇനി അത് നോക്കിയിരുന്നു കഴിഞ്ഞാൽ എനിക്ക് ടെൻഷനാവും. ബിഗ് പാക്ക്. ഇതിൻ്റെ അകത്ത് കുറേ സാധനമുണ്ട്. ബിക്കോസ് ഞാൻ എല്ലാം കൂടെ കാർട്ടിലിട്ടിട്ട് ഒരുമിച്ച് ഓർഡർ ചെയ്യുമായിരുന്നു. അതുകൊണ്ടാണ് എല്ലാം കൂടെ ഒരുമിച്ച് വന്ന് അത് മാത്രം ഒറ്റയ്ക്ക് ഓർഡർ ചെയ്തതാണ്. കൂടെ ചെയ്താൽ മതിയായിരുന്നു. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്യാം. കറണ്ടില്ലേ? ആർക്ക് വേണം? എനിക്ക് വേണ്ട. ഇതെന്താണെന്നറിയോ? ഇത് നമ്മൾ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിരുന്ന മറ്റേ മേക്കപ്പ് സെറ്റ് ചെയ്യുന്ന സ്പ്രേ ആ സാധനമാണിത്. ഇത് കൊള്ളാം. ഇനി പൊട്ടിച്ചിട്ടില്ല. നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് ആദ്യം നോക്കാം. മാഴ്സിൻ്റെ മസ്കാര. ഏതൊരു ബുള്ളറ്റെ കുറിച്ചുള്ളത്? മാഴ്സിൻ്റെ മസ്കാര. ഞാൻ ആദ്യം ഓർത്തത് എന്ത് സാധനമാണ് മാഴ്സിൻ്റെ മസ്കാര. ഇനി ഇതെനിക്ക് ഫ്രീ കിട്ടിയ സാധനം. ഇത് ഇത്രയും സാധനം ഒരുമിച്ച് കാർട്ടിൽ ഓർഡർ ചെയ്തപ്പോൾ ഒരു 150 റുപ്പീസ് ഡിസ്കൗണ്ടും പ്ലസ് 2 ഐറ്റം ഫ്രീയും ഉണ്ടായിരുന്നു. അതിലൊരെണ്ണം ഈ നെയിൽ പോളിഷ് ആയിരുന്നു. ഇതിനി നോക്കണം ഓപ്പൺ ചെയ്ത്. കണ്ടിട്ട് കൊള്ളാൻ തോന്നുന്നു. ഇതാണ്. അയ്യോ, ഇതാണ് രണ്ടാമത് കിട്ടിയ ഗിഫ്റ്റ്. ഇതിൻ്റെ ഫോട്ടോ കണ്ട കുറച്ചുകൂടെ വലിപ്പം തോന്നുന്നു. ഇത് ഭയങ്കര ചെറുതാണ്. കാണിച്ചേ, ഇത്രേ ഉള്ളൂ. ഗിഫ്റ്റൊക്കെ ഇത്രയല്ലേ കാണുള്ളൂ. ഞാൻ ഭയങ്കര വലുതാന്ന് വിചാരിച്ചേ. എനിവേ, ഇതൊരു ബ്ലഷാണ്.
ഇൻസൈറ്റിൻ്റെ ബ്ലഷാണിത്. എല്ലാം മേക്കപ്പ് സാധനങ്ങളാട്ടോ, വേറെ ഒന്നും ഇല്ലത്തില്ല. പിന്നെ ഇത് കാജൽ, കണ്ണെഴുതാൻ. ഇതെന്താണെന്നറിയോ, ഇത് ലാക്മേയുടെ ഐലൈനറാണ്. അപ്പോൾ ഇത് ഓഫറായിരുന്നു. രണ്ടെണ്ണം മേടിക്കുവാണെങ്കിൽ റേറ്റ് കുറഞ്ഞ് കിട്ടുമായിരുന്നു. അപ്പോൾ ഞാൻ 2 മേടിച്ചു, എന്തായാലും ആവശ്യം വരുമല്ലോ. അപ്പോൾ അതാ ലാക്മേയുടെ അത് 2. പിന്നെ ലിപ്പ് ലൈനർ, ഇത് ഏതിൻ്റെയാ? സ്വിസ് ബ്യൂട്ടിയുടെ ലിപ്പ് ലൈനറാണിത്. ഒട്ടിഞ്ഞിരിക്കുക ഗൈസ്. എനിക്ക് മാത്രം എന്താ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുന്നേ? ഇതൊരു കൺസീലർ പാലറ്റാണ്. ഇൻസൈറ്റിൻ്റെ തന്നെയാണ് കൺസീലർ പാലറ്റ്. ഇതും ഇൻസൈറ്റിൻ്റെ ഒരു ഹൈലൈറ്ററാണ്. ഇത്രയാണ് ഞാൻ ഓർഡർ ചെയ്തത്. പിന്നെ ഇനി മേടിക്കാനുള്ളത് ഫൗണ്ടേഷൻ മേടിക്കണം, സെറ്റിംഗ് പൗഡറൊക്കെ മേടിക്കണം. അപ്പോൾ ഞാൻ ഓർത്ത് ഫൗണ്ടേഷനൊക്കെ ഓൺലൈൻ മേടിച്ച് കഴിഞ്ഞാൽ എനിക്ക് ചേരുവോ നടത്തില്ലല്ലോ, അതുകൊണ്ട് ടെസ്റ്റ് ചെയ്തിട്ട് മേടിക്കാൻ ഓർത്തു. അപ്പോൾ ഇത്രയും ഞാൻ ഓർഡർ ചെയ്തതാണ്. കുറച്ച് മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒക്കെ തീർന്ന്, അപ്പോൾ അങ്ങനെ ഓർഡർ ചെയ്തത്. പിന്നെ ലിപ്സ്റ്റിക്കും മേടിക്കണം. ഇതൊക്കെ ഓൺലൈനിൽ നിന്ന് മേടിക്കാൻ എനിക്ക് പേടിയാണ്. ഇതൊക്കെ ആകുമ്പോൾ പിന്നെയും കുഴപ്പമില്ലല്ലോ, മറ്റേ സാധനമൊക്കെ ചേർന്നില്ലേ പിന്നെ പണിയാണ്. അതുകൊണ്ട് പിന്നെ ഞാനത് മേടിച്ചതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് പൊട്ടിക്കാത്ത സാധനങ്ങൾ തുറന്നു നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഇൻസൈറ്റിൻ്റെ ഹൈലൈറ്റർ തുറന്നു നോക്കാം. നൈസായിട്ടുണ്ട് ഹൈലൈറ്റർ. ഇങ്ങനെയൊക്കെ ഇരുന്നാൽ തൊടാൻ തോന്നുന്നു. ഇത് വേണം, കുഴപ്പമില്ല. പിന്നെ കൺസീലർ പാലറ്റ് ഇൻസൈറ്റിൻ്റെ തന്നെയാണ്. കൊള്ളാല്ലേ? ഭയങ്കര നോക്കൂ ഗൈസ്. പിന്നെ നമുക്ക് എന്താ തുറക്കണ്ട? നമുക്ക് മസ്കാര തുറന്ന് നോക്കാം ഗൈസ്. മസ്കാര. കൊള്ളാം കേട്ടോ. പൊട്ടിക്കാവേ. കാണാമോ? മാഴ്സിൻ്റെ കൊള്ളാല്ലേ? നല്ല ഡിസൈൻ. ഇങ്ങനെ ഇവിടെ ഇതായിട്ടുള്ള. പിന്നെ എന്താ? പിന്നെ നമ്മുടെ മേക്കപ്പ് ഫിക്സർ. പിന്നെ നിങ്ങൾ ഓർക്കും എന്തിനാണ് ഇവർക്ക് ഇത്രയും സാധനങ്ങളെല്ലാം കൂടെ ഒരുമിച്ച്? ബിക്കോസ് എൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണമാണ് അടുത്ത മാസം. അപ്പോൾ ഞാൻ തന്നെ മേക്കപ്പ് ചെയ്യാൻ ഓർത്തു. അപ്പം അതിനു വേണ്ടി മേടിച്ചതാണ്. കൊള്ളാം, നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ. ഒരു ഓറഞ്ചിൻ്റെ ഒക്കെ ഫ്ലേവർ സ്മെല്ല്. ഇത് അലോവേര വിത്ത് വിറ്റമിൻ ഇ. ചിലപ്പോൾ മേ ബി അതുകൊണ്ടായിരിക്കും നല്ല സ്മെല്ല് വന്നത്. പിന്നെ എന്താ? ഓക്കെ, ബ്ലഷ് ഉണ്ട്. ബ്ലഷ് ഗൈസ്, ബ്ലഷ്. ഓൾറെഡി തുറന്നിരിക്കും. ഇത് കണ്ടോ? ഇതെന്ത് പാക്കിങ് ഇത്? ഭയങ്കര റെഡായി പോയോ എന്നൊരു സംശയം. കുഴപ്പമില്ല. ഇനി മാത്രം ഓർഡർ ചെയ്യുമ്പോൾ ഇങ്ങനെ കൊള്ളുകയില്ലാത്ത സാധനം എനിക്ക് കിട്ടും. എന്താണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ അതുകൊണ്ട് അങ്ങനെ ഓർഡർ ചെയ്യാറില്ല. എല്ലാം പാത്തുവിനെ കൊണ്ട് ഓർഡർ ചെയ്യിക്കാറ്. വെറുതെ ഞാൻ ഓർഡർ ചെയ്തിട്ട് പണിയാക്കുന്ന എന്തിനാന്ന് ഓർക്കും.
കാജലൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇതൊക്കെ പൊട്ടിക്കേണ്ട ആവശ്യമുണ്ട്. നോർമലി ഇങ്ങനെ ഇത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇതെന്തായാലും തുറക്കാം. ഇനിയിപ്പോൾ ലാക്മേ അല്ലാതെ വല്ല ഡാസ്ലറിൻ്റെ ഒരു കയറ്റി വിട്ടാലോ, റിട്ടേൺ ചെയ്യണ്ടേ, നോക്കട്ടെ. ഉള്ളല്ലോ, ഞാൻ ഓർത്ത് ചുമ്മാ ചുറ്റി വെപ്പായിരിക്കും. ലാക്മേ തന്നെയാണ് ഗൈസ്, ലാക്മേ. എനിക്ക് ലാക്മേയുടെ ഇഷ്ടം. പിന്നെ മറ്റേ സ്റ്റിക്കിനൊന്നും ഇഷ്ടമല്ല എനിക്ക്, ഇതാ ഇഷ്ടം. ഇതാകുമ്പോൾ ഭയങ്കര കംഫർട്ടബിളാണ് എഴുതാനായിട്ട്. അങ്ങനെ അത് 2 എണ്ണം കഴിഞ്ഞു, അത്രേ ഉള്ളൂ. ഓർഡർ ചെയ്തപ്പോൾ ഒത്തിരി ഉണ്ടെന്ന് തോന്നി, സാധനം വന്നപ്പോൾ കുറച്ചേ ഉള്ളൂ, ആകെ 3 ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത അൺബോക്സിങ് വീഡിയോ ആയിട്ട് ഞാൻ വരാം, ഇല്ലെങ്കിൽ റിവ്യൂ വീഡിയോ ആയിട്ട്, എന്തെങ്കിലും വീഡിയോ ആയിട്ട് ഞാൻ വരാം ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ഗൈസ്.